എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ക്യാപ്സിക്കം ഉപയോഗിച്ചുള്ള ഒരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുത്ത് പൊടികളൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുക്കണം. ഇപ്പോൾ പൊടികളൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൽ തന്നെ വെച്ചിരുന്നാൽ പൊടികൾ കരിഞ്ഞു പോവും. അത് കാരണം ഞാനിവിടെ വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പിടി വറുത്ത കപ്പലണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കരുത്, ജസ്റ്റ് പൊടിച്ചെടുത്താൽ മതി. ഇനി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വെളുത്തുള്ളി നീളനെ അരിഞ്ഞത് ഒരു 6 അല്ലിയും പിന്നെ ഒരു 4 പച്ചമുളക് നടുവേ കീറിയതും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം 2 സവാള ഞാനിവിടെ നീളനെ കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് ഈ സവാള നമുക്ക് ഒരു മീഡിയം ലെവലിലൊന്ന് വഴറ്റിയെടുക്കാം. സവാള അരിയുമ്പോൾ ഇതേപോലെ നീളനെ കനം കുറച്ച് തന്നെ അരിയുക. ഇനി ഈ സവാള ഒന്ന് വഴഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. നിങ്ങളുടെ കയ്യിൽ നല്ലപോലെ പുളിയുള്ള തൈരാണെങ്കിൽ 1 ടീസ്പൂൺ തൈര് എടുക്കുക. പുളി കുറഞ്ഞ തൈരാണെങ്കിൽ നമുക്ക് 2 ടീസ്പൂൺ തൈര് എടുക്കാം. ഈ തൈരിലേക്ക് നമ്മൾ നേരത്തെ പൊടികൾ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ പൊടികൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ തൈരിൽ ഈ പൊടികൾ നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കണം. ഞാനിപ്പോൾ ഇവിടെ നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഒന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ 2 ക്യാപ്സിക്കം നീളനെ കനം കുറച്ചിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാവരും അരിയാനായിട്ട് ശ്രമിക്കുക. നമ്മൾ സവാളയും ഇതേപോലെ തന്നെയാണ് അരിഞ്ഞു വെച്ചത് നീളനെ. ഇനി ഈ വഴഞ്ഞു വന്ന സവാളയിലേക്ക് നമുക്ക് ഈ ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ സവാളയും ക്യാപ്സിക്കം രണ്ടും കൂടിയിട്ട് നമുക്കൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ക്യാപ്സിക്കം പെട്ടെന്ന് തന്നെ ആവും. അത് കാരണം അധികം നേരം ഇട്ട് വഴറ്റേണ്ട ആവശ്യം വരില്ല. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ക്യാപ്സിക്കം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള കപ്പലണ്ടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് സവാളയും ക്യാപ്സിക്കും ഈ കപ്പലണ്ടിയും എല്ലാം കൂടിയിട്ട് നല്ലപോലെ ഒന്ന് ഒരു 2 മിനിറ്റ് കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ എല്ലാം കൂടി നല്ലപോലെ യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ തൈരിൽ പൊടികൾ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടിയിട്ട് ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഒരു 2 മിനിറ്റ് കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ലോയിലിട്ടാൽ മതി. ഇപ്പോൾ എല്ലാം കൂടി നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ഉണ്ടെങ്കിൽ അതും ഒക്കെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ നമ്മുടെ ഡിഷ് തയ്യാറായി വന്നിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. സാധാ നമ്മൾ ഉണ്ടാക്കുന്ന കറികളിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായ ഒരു കറിയാണിത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ടതിന് നന്ദി.